വെരി ഗുഡ് മോർണിംഗ് ഫ്രം അജ്മാൻ. ഞാനിപ്പോൾ ഉള്ളത് അജ്മാനിലാണ്, ദുബായിലാണ്. ഇത് കണ്ടില്ലേ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ അവിടെ വില്ലാസൊക്കെയാണ്. അജ്മാൻ എമിറേറ്റ് സിറ്റിയിലാണ്. ഇത് പുതിയൊരു സിറ്റിയാണ്, ആക്ച്വലി 13 കിലോമീറ്റർ ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഇവരുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഞാനും മിഥുമാമനും കൂടി ഒരു ടാസ്ക് ഇറങ്ങിക്കാണ് കേട്ടോ. ടാസ്ക് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് അജ്മാൻ. എത്ര അജ്മാൻ വരെ അല്ലേ? സെയിം ഷാർജയ്ക്ക് നോക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അജ്മാനിലാണ്. എന്താ ടാസ്ക് വെച്ചാൽ ഇന്നൊരു ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അബുദാബിയിൽ. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് പോകാൻ ശ്രമിക്കാൻ നോക്കുകയാണ്. അതാണ് ഇന്നത്തെ ടാസ്ക്. 24 കിലോമീറ്റർ. അപ്പോൾ ഇതല്ല കുറവ്, രണ്ടും ഒരുപോലല്ലേ? നമുക്ക് നേരെ ഷാർജയ്ക്ക് ഇട്ട് പിടിക്കാം. അജ്മാനിക്ക് ഒന്ന് ആ സൈഡിക്കാം, ഷാർജ ഈ സൈഡിക്കല്ലേ, നമുക്ക് പോകേണ്ട ഈ സൈഡിക്കുന്നല്ലേ അല്ലേ? നമുക്ക് നേരെ അങ്ങനെ നോക്കിയാലോ. നമുക്ക് ക്യാബ് വിളിച്ചിട്ട് നേരെ ഷാർജയ്ക്ക് പോവാം. അങ്ങനെ വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ? നിർബന്ധമില്ല ഒന്നിനും. അപ്പോൾ നമ്മളിപ്പോൾ അജ്മാനിലാണ്. അജ്മാൻ നേരെ പോകുന്നത് അബുദാബിക്ക്. സാധാരണ ഞങ്ങൾ ക്യാബൊക്കെ പിടിച്ചാൽ പോകാറ്. പക്ഷെ നമ്മൾ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ച് പോവാണ്. വണ്ടിയിൽ ഗവൺമെൻറ് ബസ് അല്ലെങ്കിൽ സർവീസ് മാക്സിമം ചുരുക്കം പോവാണ് നമ്മൾ ക്യാബ് പിടിച്ച് പോകില്ല. പക്ഷേ ഇനീഷ്യലി പെട്ട് പാളി. കാരണം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ക്യാബ് വിളിച്ച് വെക്കുള്ളൂ, അതിൻ്റെ പൈസ നോക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഷാർജ, അജ്മാനിൽ ഷാർജയിൽ പോവാം. ഷാർജയിൽ നിന്ന് ബസ് കിട്ടും, അവിടെ ബസ് സ്റ്റാൻഡുണ്ട് വലിയ. അപ്പോൾ അവിടുന്ന് നിയറസ്റ്റ് അല്ലെങ്കിൽ പോസിബിൾ ട്രാൻസ്പോർട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ കയറി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിച്ച് കാണാം. എന്താണ് നല്ല തണുപ്പുണ്ട് എനിക്കിന്ന്. ഇതിനെ ബുക്ക് ചെയ്യണം ഷാർജയ്ക്ക്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അബുദാബി ഇറങ്ങിയാൽ പോരെ? ഓക്കെ. അജ്മാനിലെ ഇത് മരുഭൂമി അല്ലാട്ടാ, ഇത് ഫുൾ ഡെവലപ്പിംഗ് സിറ്റിയാണ് കംപ്ലീറ്റ്. വേണ്ട, ഫുൾ വില്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഇഷ്ടംപോലെ വില്ലാസ് ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ വില്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി കാണാം. ഞങ്ങൾ എവിടെ എത്താൻ പോണെന്ന് കാണാം. എന്തായാലും മോർണിംഗ് അടിപൊളിയല്ല, ആരും ഇല്ല അവിടെ അടുത്തൊന്നും. വീട്ടിലെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സും കുറച്ച്, അതായത് ദുബായിലെ ബംഗാളികളാണ്. അത് നോക്കാനുള്ള കാര്യം ബാക്കിൽ വില്ലാസൊക്കെ വരുന്നത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് വാങ്ങിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വന്നോട്ടോ. അജ്മാനിക്ക് എമിറേറ്റ് സിറ്റിയിൽ ഇഷ്ടംപോലെ വില്ലാസാണ് വരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വില്ലാസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ബിൽഡിങ്സ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനൊക്കെ ഒന്ന് വാങ്ങിക്കാട്ടോ. അപ്പോൾ ഞാനും മാമനും കൂട്ടിയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വില്ലേൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ചിമ്മിണി റെസ്റ്റോറൻറ്റ്. അവിടെ കയറിയിട്ട് 2 ചായയും കുടിക്കാം. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കളയാം പോണ വഴി എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ഒരു അപ്ഡേറ്റ് വെച്ചാൽ ഞങ്ങൾ ചായ കുടിക്കാൻ വെയിറ്റ് ചെയ്തില്ല, ചായ കുടിച്ച സമയം പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യം ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർജയ്ക്ക് നേരെ ക്യാബ് ബുക്ക് ചെയ്ത് വെച്ചു. നമ്മുടെ ക്യാപ്റ്റന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഷാർജക്കാരൻ ക്യാപ്റ്റൻ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഒരു വൈറ്റ് ടൊയോട്ട കൊറോളയാണ്. ക്യാപ്റ്റൻ മെസ്സേജ് അയക്കുന്നുണ്ട് വേറെ അറിയുന്നൊക്കെ. പോകണമെങ്കിൽ പോകാം. नहीं उधर बोर्ड लगाया होता है, साइन बोर्ड, बड़े बोर्ड लगे होते हैं कि मतलब ये अलेन है, ये अबू धाबी है, ये फजीरा, ये दुबई है, सब इतना ज्यादा नहीं। बस स्टैंड का नाम क्या था? बस स्टैंड का नाम क्या मतलब? जुबैल बस स्टेशन. ठीक है, കേട്ടില്ല ഇത്? ജുബൈൽ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. ഏകദേശം ഒരു ഡിസംബർ മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രാവിലെ ടാക്സി പിടിച്ചിട്ട് ഈ മരുഭൂമിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പിന്നെ നല്ല വ്യൂ ആയിരുന്നു. ആ ആകാശം കണ്ടില്ല, എന്ത് ക്ലിയർ സ്കൈ ആയിട്ടല്ലേ. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു.
അപ്പോൾ അപ്പുറം ഇപ്പുറം കണ്ടില്ലേ ഫുൾ ഡേറ്റ്സിൻ്റെ മരങ്ങളൊക്കെയാണ്. പിന്നെ നല്ല ക്ലീൻ സിറ്റി ആട്ടോ, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. ഒരു എത്ര വലിയ ഡെസേർട്ട് ആയാലും റോട്ടിൽ ഒരു തരി മണ്ണ് പോലും ഇല്ല. അപ്പോൾ നല്ല വൃത്തിയിലാണ് അതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എടുത്തിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ആർക്കിടെക്ചറൽ വാല്യൂ കേട്ടോ. എല്ലാ ബിൽഡിങ്സും എല്ലാ സ്ഥലങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വാല്യൂ ഒരു കീപ്പ് ഉണ്ട്. അതിനോടൊപ്പം നല്ല വൃത്തിയോടെ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഷാർജ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ ഷാർജയിൽ മെയിൻ നമ്മുടെ ടാർഗറ്റ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭംഗിയൊക്കെ നിങ്ങളൊന്ന് ആസ്വദിച്ച്, നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട ആവശ്യമില്ല. കാരണം പല മലയാളികളും ഇവിടെ ദുബായ് സിറ്റി അല്ലെങ്കിൽ ഷാർജ വരാത്ത ഒരു മലയാളികൾ ചുരുക്കം ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ. അങ്ങനെ നമ്മൾ ഇത് ബസ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞു. बस उधर खड़े होते हैं, उधर जब ले लिया या इधर जाके ना। ओके, कितना how much? कितना 51.75 51.75. एक मिनट आराम से इधर होगा। हाँ ओके ओके, हाँ सही है। चलो थैंक यू. शुक्रिया। അപ്പോൾ ഗൈസ് പേര് മറന്നു കേട്ടോ. നമ്മളത് ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് നമ്മളിത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാർജയിലെ അൽ ജബേലി എന്താണ് സംതിങ് ബസ് സ്റ്റോപ്പ്. പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി. കാർഡ് കൊടുത്താൽ പോരെ? കാർഡ് മതി, ബട്ട് സംബന്ധിച്ചാൽ കാർഡ് അത്ര കാശ് നോക്കണം നമുക്ക് അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ടാക്സിക്കാരൻ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഏകദേശം 40 ദിർഹംസാണ് അങ്ങോട്ട് അബുദാബിക്ക് വേണ്ടെന്നുള്ള കാര്യം. അത്രയും കാർഡിൽ അത്രയും ക്യാഷ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അപ്പോൾ നോക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അബുദാബി 117 1-ാം നമ്പറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഇവിടേക്ക് എത്തിയിട്ടോ. ഔട്ട് ഓഫ് സർവീസ്. അപ്പോൾ വണ്ടി പോകുന്നില്ല. ഇപ്പോൾ ദൈവമേ ഞങ്ങളെങ്ങനെ പോവും? ബാക്കി കാണുന്ന ബ്രോയോട് നമ്മൾ ചോദിച്ച്, അപ്പോൾ ഇവിടെ മെട്രോ കാർഡ് നടക്കില്ല. അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമുക്ക് ഈ ബസ്സിൽ കയറി പോകണം. അപ്പോൾ ആ ബസ്സിൽ കയറണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണം. ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഈ ബാക്കിയുള്ള ബസ്സിൽ കയറി പോകും. അപ്പോൾ കാശ് നമ്മളൊരു കാര്യം കണ്ടല്ലോ, ഇവിടുത്തെ ബസ് ഡ്രൈവർ അല്ല ടാക്സി ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ. ടാക്സിയിൽ കയറുമ്പോൾ ടാക്സി ഡ്രൈവറിൻ്റെ പേര്, ID, അവരുടെ എക്സ്പയറി എല്ലാ ഡീറ്റെയിൽസും അതിൽ എഴുതിണ്ടാവും. അത് കുറച്ച് സേഫ്റ്റി പരിപാടികൾ നമുക്ക് സെറ്റാണ്. പിന്നെ വരുന്നത്, പിന്നെ നിങ്ങൾ റോഡ് കണ്ടല്ലോ, എന്ത് വൃത്തിയല്ലേ. എവിടെ നോക്കിയാലും വൃത്തി, ഒരു രക്ഷയില്ല. അത് വണ്ടി ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ കാർഡ് കൊടുത്തിട്ട് വരാനുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷ തെറ്റിയെന്നായിരുന്നു. നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം എന്ത് നടക്കും എന്നുള്ള കാര്യം. യെസ്, ചോദിച്ച് പോവാം നമുക്ക്. അപ്പോൾ ടുവാർഡ്സ് അബുദാബി. അപ്പോൾ ഗൈസ് നമ്മളിത് സക്സസ്ഫുള്ളി ബസ്സിൽ കയറിയിരിക്കുന്നു. യെസ്, നമ്മൾ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് എത്തി. ഷാർജയിൽ നമ്മളിത് അബുദാബിക്കുള്ള ബസ്സിൽ കയറിയിരിക്കുന്നു. അതും ടിക്കറ്റ് ഇത് 33 ദിർഹംസ് ഒരാൾക്ക്, 66 ദിർഹംസ്. കഷ്ടകാലത്ത് അയാളുടെ ചേഞ്ചിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പോയിട്ട് ചേഞ്ച് മാറണമായിരുന്നു. യെസ്, സക്സസ്ഫുൾ ഇൻ ടു ബസ്. നല്ല ക്ലീൻ ബസ്സാണ്. എന്നാലും മെട്രോ കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു വിഷമമുണ്ട്. സാരമില്ല, പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാമല്ലോ നമുക്ക്. നമ്മളുള്ള ബസ് സ്റ്റോപ്പിൻ്റെ പേര് ജബാലി ടു അബുദാബി ഉണ്ടല്ലോ. എന്തോ പറഞ്ഞു മനസ്സിലായില്ല. ഇയാളുടെ ടിക്കറ്റ് കാണാണ്ടായി, അതാ വിഷയം.
ഇതിനൊക്കെ ഒരു കാര്യം മനസ്സിലായടാ, ഇവിടെ പട്ടിണി എടുക്കാൻ വരെ മിനിമം ഒരു 100 ദിർഹംസ് വേണം അവിടെ, വേണം. അല്ലെങ്കിൽ പട്ടിണി എടുക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ സമയം ഇപ്പോൾ 8:17 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1.5-2 മണിക്കൂറോളം യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എത്ര മണിക്കൂറൊക്കെ നമ്മൾ അബുദാബിക്ക് എത്തുന്നുള്ള കാര്യം. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ചോദിച്ച് പോകാം. ഗൈസ്, ഞാൻ നല്ല ഉറക്കം ഇറങ്ങി സമയം കണ്ടിട്ടോ. റോട്ടിൽ കുഴിയില്ല, വണ്ടിക്ക് കുലുക്കമില്ല, അതുകൊണ്ട് സ്മൂത്തായിട്ട് കിടന്നു. എങ്ങനെ പറ്റുന്നു ഇങ്ങനെ? കുഴി വേണം, വണ്ടിക്ക് ആട്ടം വേണം, കുലുക്കം വേണം, അല്ലെങ്കിൽ ഒരു സുഖമല്ല. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതിന് വലിയ തണുപ്പ്. ഇപ്പോൾ ഞങ്ങളെന്ത് അബുദാബി മെയിൻ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അടുത്ത ടാർഗറ്റിലേക്ക് പോവാണ്, ചോദിച്ച് പോവാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിൽക്കാണ് കേട്ടോ. അബുദാബിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് വന്ന് പറഞ്ഞില്ല. ആ ആവശ്യം വെച്ചാൽ ഇൻ്റർവ്യൂ ആയിരുന്നു, നമ്മുടെ മിഥുൻ മാമിനൊരു ഇൻ്റർവ്യൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ പോയതൊരു കൺസൾട്ടൻസിയിലായിരുന്നു. അപ്പോൾ എത്ര പേരാ ഒരു ഇൻ്റർവ്യൂവിന് വന്നേക്കെന്ന് അറിയോ? ഹൗസ് കീപ്പിംഗ്, എത്ര പേരാ ഇൻ്റർവ്യൂവിന് വന്നേക്കുന്നത് അവിടെ. എത്ര ജനങ്ങൾ, എത്ര നാഷണാലിറ്റീസ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പാടാണ്. അത് കാണുമ്പോൾ എന്തോ അല്ല, ഞാനും ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എല്ലാം കണക്ക് തന്നെയല്ലേ. അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകണു, ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ഇൻ്റർവ്യൂവിന് പോകണു. പക്ഷെ എത്ര പേര്, 1000-500 പേര് അവിടെ ഇൻ്റർവ്യൂസിന് വേണ്ടി മാത്രം ലൈൻ നിൽക്കുകയാണ്. ഇഷ്ടം പോലെ പല സെക്ഷൻസും. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പിടി കിട്ടിയിട്ട് വീട്ടുകാരെ രക്ഷിക്കാനും കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ട് എത്ര പേരാണ് അവിടെ ലൈൻ നിൽക്കണല്ലേ. എന്താണ്, ഞാനൊക്കെ ഒരു ജോലി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പിടുത്തല്ല. അവിടെ ഇപ്പോൾ ലൈൻ നിൽക്കേണ്ടി വരുമോ, ഓൺലൈൻ നടക്കുമോ, റെഫറൻസ് കിട്ടുമോ, അമ്പരാനറിയാം. നമ്മൾ ദുബായ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ ദുബായി പോയി ഇറങ്ങും. ദുബായിൽ നിന്ന് നേരെ അബുഹേലിൽ പോയി ഇറങ്ങാനുള്ള പ്ലാനാണ്. അതെങ്ങനെ വർക്കൗട്ട് നല്ല പോയി നോക്കി നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ദുബായ്ക്കുള്ള ബസ് കിട്ടും, അപ്പുറത്ത് നിന്ന് അജ്മാൻ ഷാർജയ്ക്കുള്ള ബസ് കിട്ടും. അവിടെ ക്യാഷാണ്, ഇവിടെ കാർഡ് അക്സെപ്റ്റബിളാണ്. അപ്പം നമ്മൾ ഓരോ ചായയും മണ്ണൊക്കെ കഴിച്ചിട്ട് സെറ്റായി അടുത്ത ട്രാവലിങ്ങിന് ഇറങ്ങിക്കാണ്. അപ്പോൾ ഫൈനൽ അപ്ഡേറ്റ്, ഞങ്ങളിത് ദുബായ്ക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. എന്താ സ്ഥലത്തിൻ്റെ പേര്? അൽ ബട്ടൂട്ടെ, എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു മിനിറ്റ് ഇപ്പം പറയാം. IBN ബട്ടൂട്ട ബസ് സ്റ്റേഷനിൽ നമ്മൾ പോയി ഇറങ്ങും. ഈ ബസ് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ മെട്രോ പിടിച്ചിട്ട് അബുഹേലിൽ പോകും. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. ബാക്കി അപ്ഡേറ്റ് നമുക്ക് കാണാം. പക്ഷേ ഈ ബസ് കുറച്ച് കൺജസ്റ്റഡ് ആണ്, ഇരിക്കാൻ സൗകര്യം ഒട്ടും ഇല്ലാത്ത ബസ്സാണ്. ചത്ത് കിടന്നിരിക്കണം പോലെ ബസ്. ഇപ്പോഴും ലൈൻ കണ്ടില്ലേ, ദുബായ്ക്ക് ഇപ്പോൾ ആൾക്കാരെ ക്യൂ ആണത്. ഇങ്ങനെ ഓരോ ബസ് ഫില്ല് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞോ? ശബ്ദം കഴിഞ്ഞോ? യെസ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ വരുമ്പോൾ അല്ലേ, നമ്മൾ വരുമ്പോൾ നമ്മുടെ ബസ്സിലില്ലേ എല്ലാവരുടെയും മൊബൈലിൽ ഒരേ ടൈപ്പ് അല്ല അടിച്ചപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായി പോയി, എന്താ സംഭവമാണ് നോക്കുമ്പോൾ ഓരോരുത്തർ അടിച്ചിട്ട് ലാസ്റ്റിൽ എൻ്റെ ഫോണും ബെല്ലടിച്ചു, ഇവൻ്റെ ഫോണും ബെല്ലടിച്ചു. പിന്നെ മനസ്സിലായത് എനിക്ക് അത് ആക്ച്വലി അവിടെ റഡാർ സിസ്റ്റമാണ്. മുമ്പിൽ ഒരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻറ്റ് കൊണ്ട് അവിടെ റോഡ് ബ്ലോക്കാന്നുള്ള കാര്യം നമ്മൾ പോണ വഴിയിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ടൈമിൽ അടിച്ചു. നമ്മുടെ ഫോൺ എല്ലാവരുടെയും ഫോണിൽ ഒരുമിച്ച് ആ ബസ്സിൽ എല്ലാവരുടെയും ഫോൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ടെക്നോളജീൻ്റെ ഒരു പോക്കില്ലേ. അതായത് നമുക്ക് പോണ വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ അലർട്ടായിട്ട് മെസ്സേജ് വരും, അല്ല അടിക്കും നമ്മുടെ ഫോണിൽ. നമ്മുടെ കയ്യിൽ എത്രത്തോളം വിറ്റാമിൻ മണിയുടെ കുറവുണ്ടെന്ന് ഇത് കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ ഈഗോ അടിക്കും. ഇവിടെ വല്ല ജനിച്ചാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര.
നമ്മളിത് 1.5 മണിക്കൂറിന് ശേഷം നമ്മളിത് JBL ബട്ടൂട്ട സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ പോകണം. അടുത്ത മെട്രോ സ്റ്റേഷൻ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ബാലൻസ് 12. അപ്പോൾ ഗായ്സ് ഇതാണ് ഫ്രണ്ടിൽ കാണുന്നത്. IBN ആണോ അത് LBN അറിയില്ല. IBN ബട്ടൂട്ട ഗേറ്റ്. ഈ ബിൽഡിങ്ങിന്റെ പേരിലാണ് ഈ സ്റ്റേഷനും ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത്. ഇവിടെ IBN ബട്ടൂട്ട, അതേ ദുബായ് സിറ്റി അപ്പുറത്ത്. ചുമക്ക്. അപ്പോൾ നമ്മളിത് അടുത്തത് ട്രെയിൻ പിടിക്കാൻ പോവാണ് ഫ്രം ബട്ടൂട്ട. ഞാൻ മുമ്പിൽ തെറ്റി വരികയാണ് ജോലി ഇന്റർവ്യൂവിന് പോയതാണ്. 8 നില പൊട്ടി വരികയാണ്. അപ്പോൾ ഇവിടെ നേരെ മെട്രോ ട്രെയിൻ പിടിച്ചിട്ട് നേരെ യൂണിയൻ സെൻട്രൽ പോയിന്റ് സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ട് നേരെ യൂണിയൻ പോയി ഇറങ്ങാം. അവിടെ നമ്മൾ ട്രെയിൻ ക്രോസ് ചെയ്തിട്ട് അടുത്ത ട്രെയിൻ പിടിക്കും. അങ്ങനെ ട്രെയിൻ നോക്കിയ ജീവിതം മാറാൻ പുള്ളി. അപ്പോൾ ഞങ്ങളിത് ഫൈനൽ യൂണിയൻ വന്ന് ഇറങ്ങി. ഈ യൂണിയൻ നേരെ എത്തിസലാത്ത് പ്ലാറ്റ്ഫോം നമ്പർ 3 വന്ന് കയറി. എത്തിസലാത്തിന് നേരെ നമ്മൾ സെലാത്തിൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന അബുഹയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ജർണി ഫിനിഷ്. നമ്മൾ ഓൾമോസ്റ്റ് ഈ മെട്രോ ലൈൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. സംഭവം ഞാൻ മിഥുൻ ചാറ്റിൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് പോയതാണെങ്കിലും അവിടുത്തെ ഇൻ്റർവ്യൂസിന് അവിടുത്തെ ജനക്കൂട്ടങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് അടിച്ചൊരു ദിവസമായിരുന്നു. എന്തൊരു സ്ട്രഗിളിങ് ലൈഫാണെന്ന് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ 500-1000 പേരും ചിലപ്പോൾ ഒരു 10-20 പേർക്ക് ജോലി കിട്ടുന്നതായിരിക്കുമല്ലോ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. Yo guys, successfully completed one trip. ഇനി ഞങ്ങളുടെ ലാസ്റ്റ് മെട്രോ യാത്രയായിരുന്നു. കംപ്ലീറ്റ് ആയി ഫുള്ള്. യെസ്, മെട്രോയിൽ കയറാനുള്ള ആഗ്രഹം ഇന്നത്തോടെ തീർന്നു. ഇനി കയറില്ല. ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് പോവാണ്. യെസ്, നാളെ മോർണിംഗ് ഫ്ലൈറ്റിലാണ്. ഞങ്ങൾ നേരെ റിട്ടേൺ ടു മുംബൈ. മീൻചടൻ റിട്ടേൺ ടു മുംബൈ, ദെൻ റിട്ടേൺ ടു കേരള. അങ്ങനെ ദുബായിലെ ഈ അധ്യായത്തിനോട് ഈ ചാപ്റ്ററിനോട് ഒരു വിട പറയാൻ സമയമായി. സംതിങ് 7 ഗൈസ്. നമ്മളിന്ന് കുറെ കറങ്ങിപ്പോ ഇന്നലെ കണ്ട ഇത് സംഭവം കണ്ടോ? ആ ഫോട്ടോ ഇഷ്ടംപോലെ മറ്റേ കോൾ ഗേൾസിന്റെ നമ്പറും ഫോട്ടോ സ്റ്റിക്കറും താഴെ കിടക്കുന്നുണ്ട്. കാർഡ് പണിയാണതൊക്കെ ഞങ്ങളെന്നല്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സമരം എന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ പുലർച്ചെ ഇറങ്ങി വീട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് നേരെ പുലർച്ചെ ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ കിടന്നപ്പം 3 മണിയായി. രാവിലെ 6 മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്. വീണ്ടും നമ്മൾ സൂര്യൻ താഴ്ന്നപ്പം വീണ്ടും കയറുക റൂമിലോട്ട്. യെസ്, എന്നിട്ട് അവിടെ നേരെ നമ്മൾ ടാക്സി പിടിച്ചിട്ട് അവിടെ പോയത് ടാക്സി പിടിച്ച് നേരെ ഷാർജയിൽ പോയി. ഷാർജയിൽ നിന്ന് ബസ് പിടിച്ച് നേരെ അബുദാബി പോയി. അബുദാബി അവിടെ ടാക്സി പിടിച്ച് നേരെ ഇൻ്റർവ്യൂവിന് പോയി. അത് മൂഞ്ചി തെറ്റി വരുവാണ് ഇപ്പം. ഇതല്ല, ഇതിലപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് തീരുമാനമായി. അവിടെ നേരെ ടാക്സി പിടിച്ച് നമ്മൾ നേരെ വീണ്ടും അബുദാബി വന്നു. അവിടെ നിന്ന് നമ്മൾ ബസ് പിടിച്ചിട്ട് അവരാണ് വണ്ടി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. ആ മെട്രോ സ്റ്റേഷനിൽ മെട്രോ കയറിയിട്ട് റെഡ് ലൈനിൽ നിന്ന് ഗ്രീൻ ലൈൻ മാറിയിട്ട് അബുദാബിയിലെത്തി. അബുദാബിയിൽ നിന്ന് നടന്നാണ് ഇത് വീട്ടിൽ എത്താറ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്നുമില്ല, ഞങ്ങൾ കറങ്ങിയത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ആൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. കയറ് 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 കാലിക്കട്ട് കാലിക്കട്ട് കാലിക്കട്ട്. Guys.
ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. റെസ്റ്റ് ഇൻ പീസ് മോഡ് ബ്രോ. താങ്ക് യു അണ്ണാ, താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാ വന്ന കാര്യം വല്ലതും